ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്താണ്, പ്രകടമാക്കുന്ന കാര്യം എന്താണ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി. ഓക്കെ, ഇത് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം. ഓക്കെ, രഹസ്യമായി അവരുടെ മനസ്സിലുള്ള കാര്യം അവർ പ്രകടമാക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ പ്രകടമാക്കുന്ന കാര്യം ഇതാണ്. ഓക്കെ, ഇതാണ് പ്രകടമാക്കുന്നത്. അവരുടെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ വാല്യൂ കൊടുക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നത്. ജോലിക്കും സമ്പത്തിനുമാണ് അവർ പ്രയോറിറ്റി കൂടുതലായി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നോക്കാം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ്. ഫസ്റ്റ്, റിലേഷൻഷിപ്പ് ബാലൻസിൽ വരണം, സന്തോഷത്തോടു കൂടി നല്ല സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് പോകണം, ഗ്രോത്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കൺട്രോളും അവരുടെ കയ്യിലായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും എല്ലാം അവസാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 5 ഓഫ് വാണ്ടിന്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, എല്ലാം അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ അടിയും വഴക്കുമെല്ലാം വിട്ട് പോകണം. ഓക്കെ, അതെല്ലാം അവസാനിക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവർ പ്രകടമാക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 ഓഫ് പെന്റിക്കിൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ, വിശ്വാസമില്ലായ്മ, സ്നേഹമില്ലായ്മ. ഓക്കെ, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കുക, അവർക്ക് അവരുടെ പാഷനിലേക്ക് അവർ ഫോക്കസ് ചെയ്യുക, അവരുടെ ജോലിയിലേക്ക് അല്ലെങ്കിൽ ആ ഗ്രോത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്യുക, അവരുടെ കുടുംബത്തിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ നിങ്ങളോട് പ്രകടമാക്കി കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ ശരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. അടിയും വഴക്കും എല്ലാം അവസാനിപ്പിക്കണമെന്നുണ്ട്. ഓക്കെ, ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ അവർ നിങ്ങളോട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം, അത് സാമ്പത്തിക കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിച്ച വ്യക്തികളാണെങ്കിൽ തന്നെയും പാരൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ കാരണം തേർഡ് പാർട്ടീസിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ടോട്ടലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അവർ കൂടുതലും മണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. റിലേഷന് കഴിയും കൂടുതൽ വാല്യൂ അതിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാല്യൂ ഇല്ലെന്നല്ല, നിങ്ങൾക്ക് നല്ല വാല്യൂ ഉണ്ട്. മേജർ ആർക്കാന കാർഡാണ്